ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ദൂതനെ അയക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്. എല്ലാവർക്കും അനുഭവിക്കാവുന്നത് കാര്യം, വാഗ്ദാനമാണത്. അതുകൊണ്ട് ദൈവവേദരെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവും. അത് അവിടെ ഇവിടെ തട്ടിമുട്ടി തൊട്ടുമുത്തിയിട്ട് ദൈവത്തെ പറ്റിച്ചിറങ്ങരുത്. ചിലർക്കൊരു ആൾക്കാരുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കും, തിരികെ കത്തിക്കും, എന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കി വയ്ക്കും, എന്നിട്ട് ഒന്നും മിണ്ടത്തില്ലേ, എന്നിട്ട് ഇങ്ങനെ തൊട്ടിച്ചും പോകും. അതൊന്നും പ്രാർത്ഥനയല്ല. ഒന്നാമത്തെ ദൈവദൃശ്യനിധി നീ ഒരു 10 മിനിറ്റ് എടുത്ത് പ്രാർത്ഥിക്കണം. പോകാൻ നേരത്ത് ചാടി വീണ് പോകാൻ നേരത്ത് കാട്ടിക്കുട്ടി വെപ്പിച്ച് ദൈവത്തിനെ പറ്റിക്കണം ഒരു അഭ്യാസം നടക്കത്തില്ല. കാര്യം എന്താ? വാഗ്ദാനമാണ്, നീ പോകുന്ന വഴികളിൽ ഞാൻ ദൂതനെ അയക്കുമെന്ന്. അപ്പോഴെന്നിട്ടൊരു 10 മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ 5 മിനിറ്റ് എടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം. ഇപ്പം ഞാൻ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ആദ്യം കൃപാസനം എടുത്ത് ചെന്ന് പോണ വഴിക്ക് പോയി ദിവ്യകാരണത്തെ എടുത്ത് പറഞ്ഞ് തലേ ദിവസം തന്നെ ഇവർക്ക് ജപമാലയ്ക്ക് സമർപ്പിച്ച് കുർബാനയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ എന്താ കാര്യം? നമ്മൾ ദൈവത്തിലാണ്. ഇൻ ഹിം വി ലീവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ്, അല്ലേ? എങ്ങനെയാണ് പറഞ്ഞിരിക്കണേ? അപ്പോസ്തല പ്രവർത്തനം 17:28. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, അവിടെ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പൊ ഇതൊരു കോൺഷ്യസ് ആണ് ശരിക്കും. അല്ലാതെ പോകാൻ നേരത്ത് എന്നാ പ്രാർത്ഥിച്ചില്ലല്ല. അമ്മ പറയും, എടാ പ്രാർത്ഥിച്ചിട്ട് പോടാ, അങ്ങനെ നീ പറയിപ്പിക്കരുത്. ആരും പറയാതെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ മനസ്സ് തലേ ദിവസം വരെ ഒരുക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച്. എന്നാൽ ദൈവം ആരാണെന്ന് നീ അറിയും. അപ്പം ഓക്കെ, താങ്ക് യു.